വ്യക്തിയെ തിരിച്ചറിയുക കെ.ആർ. ഗൗരിയമ്മ. വ്യക്തിയെ തിരിച്ചറിയുക കെ.ആർ. ഗൗരിയമ്മ 1994 ജനാധിപത്യ സംരക്ഷണ സമിതി അഥവാ JSS എന്ന പാർട്ടി രൂപീകരിച്ചു. 1994 ജനാധിപത്യ സംരക്ഷണ സമിതി അഥവാ JSS എന്ന പാർട്ടി രൂപീകരിച്ചു. ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. EMS മന്ത്രിസഭയിൽ അംഗമായിരിക്കെ നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രിയാണ്. EMS മന്ത്രിസഭയിൽ അംഗമായിരിക്കെ നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രിയാണ്. ഒന്നാം മന്ത്രിസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഒന്നാം മന്ത്രിസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നിയമ ബിരുദധാരിയാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നിയമ ബിരുദധാരിയാണ്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വനിതയാണ്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വനിതയാണ്. ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയും ആണ്. ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയും ആണ്. കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിതയാണ്. കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിതയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിതയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിതയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിതയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിതയാണ്. ആദ്യ കേരള മന്ത്രിസഭയിൽ തൊഴിൽ ഗതാഗത മന്ത്രിയായിരുന്ന TV തോമസ് ആണ് ഭർത്താവ്. ആദ്യ കേരള മന്ത്രിസഭയിൽ തൊഴിൽ ഗതാഗത മന്ത്രിയായിരുന്ന TV തോമസ് ആണ് ഭർത്താവ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് ഗൗരിയമ്മ.